നമസ്കാരം KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോഡി സർക്കാരിന്റെ മൂന്നാം വാർഷികാഘോഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ കാസർഗോഡ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടനം ചെയ്തു. സീതാറാം യെച്ചൂരിയെ ഹിന്ദുസേനാ പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിലെത്തിയ DYFI പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. CPIM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്ന അക്രമത്തിൽ ജില്ലയിൽ വൻ പ്രതിഷേധം. കാസർഗോഡും കാഞ്ഞങ്ങാടും നീലേശ്വരത്തും ഉൾനാടൻ പ്രദേശങ്ങളിലും CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് CPIM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ചാദിൻ മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. ന്യൂനപക്ഷ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾ അവകാശ ധ്വംസനം നേരിടുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. അപകടം ഒഴിവായത് തലനാരിഴക്ക്. നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധമറിയിച്ചു. നോമ്പിന്റെ പവിത്രതയ്ക്ക് മാറ്റുകൂട്ടി തൊപ്പികളും തസ്ബീഹ് മാലകളും വിപണിയിൽ. വ്യത്യസ്തമായ തൊപ്പികൾക്കും മാലകൾക്കും ആവശ്യക്കാരും ഏറെ. വിശദമായ വാർത്തകളിലേക്ക്. മോഡി സർക്കാരിന്റെ മൂന്നാം വാർഷികാഘോഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ കാസർഗോഡ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം 15% നിന്ന് 35% ഉയർത്തി അധികാരത്തിൽ വരുമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കർ പ്രസ്താവിച്ചു. കാസർഗോഡ് ടൗൺ ഹാളിൽ BJP സംഘടിപ്പിച്ച മോദി ഫെസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനവും പ്രവർത്തകരുടെ സഹകരണവും ഇതിനാവശ്യമാണ്. 3 വർഷം പിന്നിടുമ്പോൾ മോദി സർക്കാരിന് ജനപിന്തുണ വർദ്ധിച്ചു വരികയാണ് ഇതിനു കാരണം. Let us not forget miracle happens to those who believe in it. By sheer determination, by sheer greed, by sheer work and people's love and affection. मोदी सरकार के 3 साल हुए और सबसे बड़ी बात क्या है, हर सरकार तीसरे साल में अनपॉपुलर होती है, लेकिन यहाँ मोदी जी की पॉपुलैरिटी बढ़ रही है, जन समर्थन बढ़ रहा है और सत्ता के वोट भी बढ़ रहे हैं. यह हमारा नतीजा है 3 साल का. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. KP ശ്രീശൻ മാസ്റ്റർ, പ്രമിള നായിക്, വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള കേന്ദ്ര സർവകലാശാല രണ്ടാം ബിരുദദാന ചടങ്ങ് പെരിയ തേജസ്വിനി ഹിൽസ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PC മാസ്റ്റർ ഓഫ് ആർട്സ്, ജിതിന PC സോഷ്യൽ സയൻസ്, നഫീസത്ത് സാബിത്ത് MSW, സാബിത്ത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ 440 വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകി ആദരിച്ചു. ബിരുദ തലത്തിൽ 20 പേർക്കും, PGയിൽ 407 പേർക്കും, MPhil തലത്തിൽ 11 പേർക്കും, ഡോക്ടറേറ്റ് നേടിയ 2 പേർക്കുമാണ് ആദരം. ചടങ്ങ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടനം ചെയ്തു. Women to go to colleges, universities. It took many social reformers to come forward and fight for the right of the women to get learning and get education. We must owe them because that opportunity is now available us. I come from Pune. Mahatma Phule, Maharshi Karve and Mahatma Phule's wife Savitribai Phule all started women education, and they were stoned, but still they continued with their mission. We owe our education to all those social reformers who have given this great fight for us.
സർവകലാശാല ചാൻസലർ ഡോക്ടർ VL ചോപ്ര അധ്യക്ഷത വഹിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ മന്ത്രി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. വൈസ് ചാൻസലർ പ്രൊഫസർ G. ഗോപകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കറെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഡൽഹിയിൽ സീതാറാം യെച്ചൂരിക്ക് നേരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. സംഭവത്തിൽ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. Dr. Chopra. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവേദ്കറിന് നേരെയാണ് പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ഡൽഹി AKG മന്ദിരത്തിൽ കയറി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ ഹിന്ദുസേന പ്രവർത്തകർ നടത്തിയ അക്രമത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി വേദിയിൽ എത്തിയുടൻ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇവരെ പിടിച്ചുമാറ്റിയത്. സംഭവത്തിൽ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്ന അക്രമത്തിൽ ജില്ലയിൽ വൻ പ്രതിഷേധം. CPIMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ യോഗം CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ AKG ഭവനിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു CPIMും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPIMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ യോഗം ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ MK രവീന്ദ്രൻ, A രവീന്ദ്രൻ, K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് CPM ആസ്ഥാനമായ AKG ഭവനകത്ത് വെച്ച് സീതാറാം യെച്ചൂരിയെ ഹിന്ദുസേന പ്രവർത്തകർ എന്നവകാശപ്പെട്ട 2 പേർ തടഞ്ഞതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും. പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ചാദിൻ മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. ന്യൂനപക്ഷ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾ അവകാശ ധ്വംസനം നേരിടുകയാണെന്നും മണ്ണിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗ് നേതാക്കൾ പ്രതികരിച്ചത്. The Shri Narendra Modi led BJP government has completed 3 years and there are being reported increased instances of the religious rights of minorities being violated, land rights of Adivasi communities being snatched away, democratic rights of university students and social activists being curbed. The provisions of the constitution are being openly violated by Gaurikshaks and the anti-Romeo squads. It seems the 3 years of the present BJP-led government in the center has emboldened the extremists and anti-social elements within the country who continue to verbally and physically attack religious minorities in various states of the country. വാർത്താ സമ്മേളനത്തിൽ സാബിർ അസ്ഗഫാർ, CK സുബീർ, AKM അഷറഫ്, അഷ്റഫ് വെടനീർ, TD കബീർ, CL റഷീദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിനടിയിൽ വിദ്യാർത്ഥികളാരും ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. സംഭവത്തിൽ നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. സ്കൂളിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണാണ് അപകടമുണ്ടായത്. മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയുടെ മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇളകി വീണപ്പോൾ അപകടം ഒഴിവായത് തലനാരിഴക്കാണ്. അപകടം നടന്നപ്പോൾ കുട്ടികളാരും ഇതിനിടയിൽ ഉണ്ടായിരുന്നില്ല. 1982 നിർമ്മിച്ച കെട്ടിടം കാലങ്ങളായി അപകടാവസ്ഥയിലാണ്. പൊളിച്ചു നീക്കണമെന്ന ആവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അധ്യയന വർഷത്തിനു മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. കോൺക്രീറ്റ് ഇളകി വീഴുന്നതിന് പുറമെ സ്കൂൾ വരാന്തയിൽ നിൽക്കുന്ന തൂണുകളും അപകടാവസ്ഥയിലാണ്.
ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ 500-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അപകട ഭീഷണിയിൽ നിൽക്കുന്ന കെട്ടിടത്തിൽ ഏറെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത്. വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. ഇനി നോമ്പാഴപ്പൊരുൾ. നോമ്പിന്റെ പവിത്രതയ്ക്ക് മാറ്റുകൂട്ടി തൊപ്പികളും തസ്ബീഹ് മാലകളും വിപണിയിൽ. വ്യത്യസ്തമായ തൊപ്പികൾക്കും മാലകൾക്കും ആവശ്യക്കാരും ഏറെയാണ്. വിശുദ്ധ മാസത്തിന്റെ പവിത്രതയ്ക്ക് ഒന്നുകൂടി ധന്യത പകർന്നുകൊണ്ടാണ് തൊപ്പിയും തസ്ബീഹ് മാലകളും വിപണിയിലെ താരമാകുന്നത്. പുണ്യമാസം പടികടന്നെത്തിയതോടെ മാർക്കറ്റിൽ തൊപ്പികൾക്കും തസ്ബീഹ് മാലകൾക്കും അതോടനുബന്ധിച്ചുള്ള മറ്റു സാധനങ്ങൾക്കും വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. നോമ്പ് സ്പെഷ്യൽ വെൽവെറ്റ് തൊപ്പികൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. 60 രൂപ മുതൽ 80 രൂപ വരെയാണ് ഇതിൻ്റെ വില. ന്യൂ ജനറേഷൻ കുട്ടികളാണ് പ്രധാനമായും ഇതിൻ്റെ ആവശ്യക്കാർ. പ്രശസ്തമായ ഒമാനി മോഡൽ തൊപ്പികൾക്ക് 50 രൂപ മുതൽ 490 രൂപ വരെ വിലയുണ്ട്. എന്നാൽ തൊപ്പി വിപണിയിലെ താരമായ തളങ്കര തൊപ്പികളുടെ നിർമ്മാണം ഗണ്യമായി കുറഞ്ഞത് തൊപ്പി പ്രേമികളെ നിരാശയിലാക്കുന്നു. തങ്ങന്മാർ ധരിക്കുന്ന കറുത്ത തൊപ്പികളുടെ വരവും നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപൂർവമായി മാത്രം കിട്ടുന്ന ഈ സാധനത്തിന് 140 രൂപ മുതൽ 400 രൂപ വരെയാണ് വില. പള്ളികളിലെത്തുന്ന വിശ്വാസികൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് തൊപ്പികൾക്ക് ഡസന് 110 രൂപ വിലയുണ്ട്. തൊപ്പികൾക്ക് പുറമെ തസ്ബീഹ് മാലകളും കൗണ്ടറുകളും നന്നായി വിറ്റുപോകുന്നു. സ്റ്റീൽ കൗണ്ടറിന് 280 രൂപ വരെ വിലയുണ്ടെങ്കിൽ സാധാ കൗണ്ടറുകൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ലഭിക്കും. മുസ്ഹാഫ് സ്റ്റാൻഡുകളും മുസല്ലകളും നന്നായി വിറ്റുപോകുന്നതായി വ്യാപാരികൾ പറയുന്നു. എന്തു തന്നെയായാലും റംസാൻ വിപണി പൊടിപിടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തരിച്ച മഹാകവി കയ്യാറ കിഞ്ഞണ്ണറയുടെ 103-ാം ജന്മദിനം ബദിയടുക്ക ഗുരുമന്ദിരത്തിൽ വിപുലമായി ആഘോഷിച്ചു. കർണാടക വനം വകുപ്പ് മന്ത്രി B. രാമനാഥ റൈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ദീർഘകാലം സാഹിത്യരംഗത്തും പത്രപ്രവർത്തക രംഗത്തും പ്രവർത്തിക്കുകയും ജനമനസ്സുകളിൽ ഇടം നേടിയ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അന്തരിച്ച കയ്യാറ കിഞ്ഞണ്ണറയുടെ 103-ാം ജന്മദിനമാണ് വിപുലമായി ആഘോഷിച്ചത്. ബദിയടുക്ക അനുസ്മരണ സമിതിയും വിവിധ വകുപ്പുകളും ജനപ്രതിനിധികളും ചേർന്ന് ബദിയടുക്ക ഗുരുമന്ദിരത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങ് കർണാടക വനം വകുപ്പ് മന്ത്രി B. രാമനാഥ റൈ ഉദ്ഘാടനം ചെയ്തു. ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ಬಹುಶಃ ಕಯ್ಯಾರ ಕಿಞ್ಞಣ್ಣರಿಗಳ ಆಶೀರ್ವಾದದಿಂದ ಬಹುಶಃ ತಮ್ಮೆಲ್ಲರ ಪ್ರಯತ್ನದಿಂದ ಇಲ್ಲಿ ಕನ್ನಡ ಜನರಿಗೆ ಆಗುವ ತೊಂದರೆ ಅದು ಖಂಡಿತವಾಗಿ ದೂರ ಆಗ್ತಕ್ಕಂಥ ದಿನಗಳು ಹತ್ತಿರ ಇರಲಿ ಅನ್ನುವಂಥ ಮಾತನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ ನಾನು ಹೆಚ್ಚಿಗೆ ಮಾತಾಡದೆ ಒಬ್ಬ ಕಯ್ಯಾರ ಕಿಞ್ಞಣ್ಣರಿ ಅಭಿಮಾನಿಯಾಗಿ ಮಾತ್ರ ಒಬ್ಬ ಸಾಮಾನ್ಯ ವ್ಯಕ್ತಿಯಾಗಿ ನಾನು ಇಲ್ಲಿ ಬಂದಿದ್ದೇನೆ. കർണാടക സാംസ്കാരിക മന്ത്രി ഉമാശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, പ്രൊഫസർ SG സിദ്ധരാമയ്യ, ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് തുടങ്ങി പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. കന്നഡ മീഡിയം സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തലപ്പാടിയിൽ കർണാടക രക്ഷണവേദികയുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വാഹനജാഥ സംഘടിപ്പിച്ചു. ഉടുപ്പിയിൽ നിന്നാരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം മുൻ MLA വാട്ടാൾ നാഗരാജ് നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റ് മലയാളം നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ചാണ് അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ കർണാടക രക്ഷണവേദികയും വിവിധ സംഘടനകളും ചേർന്ന് വാഹനജാഥ സംഘടിപ്പിച്ചത്. ഉടുപ്പിയിൽ നിന്നും ആരംഭിച്ച് തലപ്പാടിയിൽ എത്തിയ ജാഥയ്ക്ക് മുൻ MLA വാട്ടാൾ നാഗരാജ് നേതൃത്വം നൽകി. ಕಾಸರಗೋಡು 100ಕ್ಕೆ 100 ಕನ್ನಡಿಗರ ಗಂಡು ಮೆಟ್ಟಿದ ನೆಲ. ಕಾಸರಗೋಡಿನಲ್ಲಿ ಕನ್ನಡಕ್ಕೆ ಮಾನ್ಯತೆ, ಕನ್ನಡಕ್ಕೆ ಗೌರವ. ಕಾಸರಗೋಡಿನಲ್ಲಿ ನಿಮ್ಮ ಮಲಯಾಳಿ ಬೇಕಾಗಿಲ್ಲ. ಕಾಸರಗೋಡಿನಲ್ಲಿ ಮಲಯಾಳಿಯನ್ನ ನೀವೇರ್ತಕ್ಕಂಥದ್ದು ಇದು ಅಲ್ಪಸಂಖ್ಯಾತರ ಮೇಲೆ ನಡೆದಂಥ ದಾಳಿ. കാസർഗോഡ് എന്നത് കന്നഡ നാടാണെന്നും കന്നഡയെ അവഗണിക്കുന്നത് ശരിയല്ലെന്നും ജൂൺ 12-ന് കർണാടക ബന്ധും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് പൂർവ്വസ്ഥിതിയിലായി. പരിപാടിയിൽ കന്നഡ സമിതിയിലെ നേതാക്കളടക്കം നിരവധി പേർ സംബന്ധിച്ചു. നീലേശ്വരത്തെ നിർദ്ദിഷ്ട കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധ്യത. താൽക്കാലിക ക്ലാസുകൾ കടിഞ്ഞുമൂല ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൽ. നീലേശ്വരം പാലാത്തടത്ത് അനുവദിച്ച സ്ഥലവും കടിഞ്ഞുമൂല സ്കൂളും കേന്ദ്രീയ വിദ്യാലയം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. നീലേശ്വരത്ത് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷത്തിൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്.
ഇതിന്റെ ഭാഗമായി കേന്ദ്രീയ വിദ്യാലയ സംഘടൻ എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ ഉമാശിവരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം നീലേശ്വരത്തെത്തി പരിശോധന പൂർത്തിയാക്കി. കടിഞ്ഞുമുല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ കോമ്പൗണ്ടിൽ ക്ലാസുകൾ താൽക്കാലികമായി ആരംഭിക്കുന്നതിനുള്ള സൗകര്യം തൃപ്തികരമാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു. തുടർന്ന് പാലാത്തടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്ന് കിടക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിനു വേണ്ടി സ്ഥിരം കെട്ടിട നിർമ്മാണത്തിനായി കണ്ടെത്തിയ 7 ഏക്കർ സ്ഥലവും സംഘം പരിശോധിച്ചു. സ്ഥലത്തിന്റെ ഘടന, കുടിവെള്ളത്തിന്റെ ലഭ്യത, ഗതാഗത സൗകര്യം എന്നിവ തൃപ്തികരമാണെന്നും സംഘം വിലയിരുത്തി. The building which is earmarked for the temporary accommodation of Kendriya Vidyalaya, earmarked for Kendriya Vidyalaya Neeleshwaram, the building is pakka in the sense the infrastructure is very good. We have got about 6 to 8 classrooms with the building earmarked for administration. The safety and security aspects are taken care. There is potable water and fire safety is taken care. There is a compound wall existing, and we have requested the Honorable MP that necessary toilet facilities may be made ready, and they have assured all the help. P. Karunakaran MP, M. Rajagopalan MLA, ജില്ലാ കളക്ടർ K. ജീവൻ ബാബു, നഗരസഭാ ചെയർമാൻ പ്രൊഫസർ K. P. ജയരാജൻ, വൈസ് ചെയർപേഴ്സൺ V. ഗൗരി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ P. P. മുഹമ്മദ് റാഫി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, കൗൺസിലർമാരായ P. മനോഹരൻ, K. തങ്കമണി, K. V. സുധാകരൻ, A. V. സുരേന്ദ്രൻ, കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ A. M. ശ്രീധരൻ, ഹോസ്ദുർഗ് തഹസിൽദാർ A. K. രാമചന്ദ്രൻ, താലൂക്ക് സർവേയർ K. അജന്ത്കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ A. പവിത്രൻ, വില്ലേജ് ഓഫീസർമാരായ കുര്യാക്കോസ്, P. V. തുളസിരാജ്, കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പാൾ വേദ് പ്രകാശ് മീണ, കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെ ഉദ്യോഗസ്ഥരായ N. രമേശൻ, K. സുധാകരൻ, നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയ സ്പോൺസറിംഗ് കമ്മിറ്റി കൺവീനർ P. സുനിൽകുമാർ, K. V. കുഞ്ഞികൃഷ്ണൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ശിലാസ്ഥാപന കർമ്മം കേശവാനന്ദ സരസ്വതി സ്വാമികൾ നിർവഹിച്ചു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിന്റെ ഓഫീസ് നിർമ്മാണത്തിന് എടനീർ മഠാധിപതി ശ്രീ കേശവാനന്ദ സരസ്വതി സ്വാമി ശിലാസ്ഥാപനം നിർവഹിച്ചു. ഉച്ചില പത്മനാഭ തന്ത്രി അടക്കം നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശേഖരിച്ച അനധികൃത മണൽ നഷ്ടമായതായി ആരോപണം. തൊട്ടടുത്ത് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിക്കായാണ് മണൽ എടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് മണൽ നഷ്ടമാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. പുഴയിൽ നിന്നും ശേഖരിച്ച അനധികൃത മണൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ശേഖരിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് പുതുതായി നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി അനധികൃതമായി ശേഖരിച്ച 50 ലോഡ് മണൽ എടുത്തതായാണിപ്പോൾ പരാതി. മഞ്ചേശ്വരം, ഗുഡ്ഡഗേരി, കടപ്പുറം, ഹൊസബെട്ടു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനായി നിർമ്മിക്കുന്ന പദ്ധതിക്കായാണ് ഈ മണൽ ഉപയോഗിച്ചുവെന്ന് പരാതി. പദ്ധതിയുടെ കോൺട്രാക്ടറും ചുമതലയുള്ള വാട്ടർ അതോറിറ്റി അധികൃതരുമാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മണലാണ്. പോലീസുകാർ, മഞ്ചേശ്വരം പോലീസുകാർ പിടിച്ചെടുത്ത തൊണ്ടി മുതൽ ഈ മണലിനെ പോലീസുകാർ അറിയാണ്ട് ഈ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ചേർന്നുള്ള ഒത്തുകളിയാണ്. ഇത് അന്വേഷിക്കണം. സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കണം. മാത്രമല്ല, ഈ പദ്ധതി നല്ലൊരു പദ്ധതിയാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്നാണ് മണൽ നഷ്ടമായ വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മണലാണ് അധികൃതരുടെ അശ്രദ്ധ മൂലം നഷ്ടമായിരിക്കുന്നത്. അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ബസ് ഉടമ സഹകരണ സംഘം ചീഫ് സെക്രട്ടറിയായ K. തമ്പാൻ നായർക്ക് യാത്രയയപ്പ് നൽകി. വിദ്യാനഗർ സഹകരണ ഭവൻ ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം BB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാല സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് ബസ് ഉടമ സഹകരണ സംഘം ചീഫ് സെക്രട്ടറിയും വിവിധ സംഘടനകളുടെ ചീഫ് സെക്രട്ടറീസ് ഫോറം സെക്രട്ടറിയുമായ K. തമ്പാൻ നായർക്ക് യാത്രയയപ്പ് നൽകി. വിദ്യാനഗർ സഹകരണ ഭവൻ ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ VB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പലവക സംഘങ്ങളും സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട PSCS ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് മേഖലയിലുള്ള സംഘങ്ങളുടെ പ്രവർത്തനം കൂടുതൽ
സുഗമമാണ്. കാരണം അതങ്ങനെ നടന്ന് പോയിക്കൊള്ളും. അതിന് ശരിയായ രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ നടന്നു പോകുന്നൊരവസ്ഥയാണ് ക്രെഡിറ്റ് മേഖലയിലുള്ള സംഘങ്ങൾക്കുള്ളത്. ഫോറം പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷനായി. പി ദിവാകരൻ, വി വി കൃഷ്ണകുമാർ, ടി വി പുരുഷോത്തമൻ, സ്റ്റീഫൻ, ഡി എൻ രാധാകൃഷ്ണൻ, കുഞ്ഞിരാമൻ, ശശിധരൻ കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനത്തിനെതിരെ മീറ്റ് വർക്കേഴ്സ് യൂണിയൻ STU പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. തൊഴിൽ നഷ്ടമാവുന്ന ഇറച്ചിവെട്ട് തൊഴിലാളികളും സമരത്തിനിറങ്ങി. മീറ്റ് വർക്കേഴ്സ് യൂണിയൻ STU കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണാ സമരം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 70% ആളുകൾ മാംസം കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ ഇന്ത്യയിൽ മാംസം കച്ചവടം നടത്തുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാംസം കച്ചവടം ചെയ്യുന്ന ആളുകളുടെ എണ്ണമല്ല, എത്ര കോടി രൂപയുടെ മാംസമാണ് ഇന്ത്യയിൽ നിന്ന് ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഒരു പുതിയ പരിഷ്കാരമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. STU മേഖലാ പ്രസിഡന്റ് യൂനുസ് വടകരമുക്ക് അധ്യക്ഷനായി. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, KP മുഹമ്മദ് അഷ്റഫ്, കുഞ്ഞാമദ് പുഞ്ചാവി, കരീം കുശാൽ നഗർ, അബ്ദുൾ റഹ്മാൻ മേസ്ത്രി, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലത്തെ പച്ചക്കറി കൃഷി രീതികൾ വിഷയമാക്കി പിലിക്കോട്ടെ പടുവളത്തിൽ ഏകദിന പരിശീലനം. കൃഷിവകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിശീലനം. കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും ആത്മാ കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിലാണ് പടുവളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഏകദിന പച്ചക്കറി കൃഷി പരിശീലന പരിപാടി നടന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ആനുകൂല്യം പറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സൗജന്യങ്ങൾ മാത്രം തേടിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുന്ന നിലയിലേക്ക് ചില ഭാഗങ്ങളിലെങ്കിലും ചില പ്രദേശങ്ങളിലെങ്കിലും പോകുന്നുണ്ട് എന്നൊരു പോരായ്മ ഉണ്ട്. അത് പരിഹരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് സർക്കാരിൻ്റെ സഹായവും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്വാനവും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനകത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കേരളത്തിനകത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മൂന്ന് മിഷനുണ്ട്. ഓണത്തിന് ഒരു മുറ പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു പച്ചക്കറി കൃഷി രീതികളെക്കുറിച്ചുള്ള പരിശീലനം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോൺ അലക്സ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു. നീലേശ്വരം ബ്ലോക്ക് പരിധിയിലെ മഹിളാ പ്രധാന ഏജന്റുകൾക്ക് ആദരം. പോയ വർഷം ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച ഏജന്റുമാരെയാണ് ആദരിച്ചത്. 17 കോടിയിൽ പരം രൂപയാണ് ബ്ലോക്ക് പരിധിയിൽ സ്വരൂപിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ മഹിളാ പ്രധാൻ ഏജന്റുമാരെയാണ് ആദരിച്ചത്. 2016-17 വർഷത്തിൽ 94 ലക്ഷം രൂപ കളക്ഷൻ നേടിയ ശോഭന ഒന്നാം സ്ഥാനത്തിന് അർഹയായി. P ജെസ്സി, KK ശ്രീദേവി എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം നേടി. മാതൃകാപരമായി കളക്ഷൻ നടത്തിയ K ബാലാമണി, M ശോഭന, PV രമ, P ലളിത, വിലാസിനിയമ്മ, P ഇന്ദിര എന്നിവരെയും ആദരിച്ചു. നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. K ബാലാമണി അധ്യക്ഷയായി. സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഡി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കാസർഗോഡ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു. സീതാറാം യെച്ചൂരിയെ ഹിന്ദുസേന പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിലെത്തിയ DYFI പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. CPIM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്ന അക്രമത്തിൽ ജില്ലയിൽ വൻ പ്രതിഷേധം. കാസർഗോഡും കാഞ്ഞങ്ങാടും നീലേശ്വരത്തും ഉൾനാടൻ പ്രദേശങ്ങളിലും CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് CPIM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ചാദിൻ മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. ന്യൂനപക്ഷ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾ അവകാശ ധ്വംസനം നേരിടുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. അപകടം ഒഴിവായത് തലനാരിഴക്ക്. നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധമറിയിച്ചു. നോമ്പിന്റെ പവിത്രതയ്ക്ക് മാറ്റുകൂട്ടി തൊപ്പികളും തസ്ബീഹ് മാലകളും വിപണിയിൽ. വ്യത്യസ്തമായ തൊപ്പികൾക്കും മാലകൾക്കും ആവശ്യക്കാരും ഏറെ.
വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.